നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മറുടെ നമ്പർ 10 റോളിൽ ബ്രസീൽ കളിപ്പിക്കുന്നത് ലൂക്കാസ് പക്കേറ്റയെ, അതായത് ജേഴ്സി നമ്പർ 10 ഇട്ട് കളിച്ചു എന്നല്ല, പ്ലേയിങ് പൊസിഷനാണ് പറയുന്നത്. കളിയിലെ പൊസിഷൻ നമ്പർ 10 റോള് വഹിച്ചിരുന്നത് പക്കേറ്റയാണ്. ക്രിയേറ്റീവായിട്ട് കളിക്കേണ്ടത് അദ്ദേഹമായിരുന്നു. നെയ്മർക്ക് പകരം ഇപ്പോഴത്തെ നിലയിൽ ബ്രസീലിൽ ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പക്കേറ്റയുടെ ഈ കഴിഞ്ഞ നെയ്മർ പരിക്കേറ്റ് പുറത്തു പോയതിന് ശേഷം നമ്പർ 10 പൊസിഷനിലുള്ള പ്രകടനത്തിൻ്റെ കണക്കും നോക്കാം. 10 കളികൾ കളിച്ചു, 3 ഗോളുകൾ അടിച്ചു, അത് 2 പെനാൽറ്റീസാണ്, 2 അസിസ്റ്റുകൾ. അപ്പോൾ ആകെ വന്നിട്ടുള്ളത് 3 ഗോളും 2 അസിസ്റ്റും. ഈ 10 കളികളിൽ ആകെ കൊടുത്ത് കീ പാസുകൾ, ഒരു നമ്പർ 10 പ്ലെയറാണ്, നമ്പർ 10 പൊസിഷനിൽ കളിക്കുന്ന പ്ലെയറാണ്, 9 കീ പാസുകൾ എന്ന് പറഞ്ഞാൽ 0.9 പെർ ഗെയിം. ഒരു കളിയിൽ ആവറേജ് ഒരു കീ പാസ് പോലുമില്ല. 3 ബിഗ് ചാൻസാണ് ആകെ ക്രിയേറ്റ് ചെയ്തത് ഈ 10 കളികളിൽ, അതായത് 0.3 പെർ ഗെയിം. അപ്പോൾ പിന്നെ എന്തായിരിക്കും അവസ്ഥ? നമ്പർ 10 ഈവൻ ചാൻസ് ക്രിയേറ്റ് ചെയ്യാനും പോലും പറ്റാത്ത നമ്പർ 10, അത് ബ്രസീലിയൻ ടീമിൻ്റെ പരിതാപകരമായ അവസ്ഥ കാണിക്കുന്നതാണ്. അനദർ ഫോൾസ് ഇമേജ് ഓൺ ദി സെലക്കാവോ എന്ന് തന്നെ പക്കേറ്റയുടെ കാര്യത്തിൽ പറയണം. അപ്പോൾ വിനിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ അങ്ങനെ പറയാറുണ്ട്, അതേപോലെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. സോ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഈ കാണുന്നത്. നെയ്മർ മടങ്ങിയെത്തിയേ പറ്റൂ. നെയ്മർ മടങ്ങി വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കഴിഞ്ഞ കളികളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നെയ്മർ AFC ചാമ്പ്യൻസ് ലീഗിലുള്ള സ്ക്വാഡിലൊക്കെ ഉൾപ്പെടുന്ന ഘട്ടത്തിൽ അടുത്ത മാസത്തേക്ക് അദ്ദേഹം മടങ്ങി വരാനുള്ളൊരു വിദൂര സാധ്യത ആരാധകരെ കാണുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.